എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഡഫനിയയുടെ ടാങ്ക്. അത് നമ്മൾ ഒരു 1.5 വർഷം എങ്ങാണ്ടായി. ഇപ്പോൾ അതിനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്ത് അതിനെ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം നല്ലോണം ഉരച്ച് കഴുകി സ്നെയിലിൻ്റെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കളഞ്ഞ് അതിനെ വീണ്ടും പുതിയ കൾച്ചറായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മളെല്ലായിടത്തും നല്ലപോലെ കഴുകി അതിൻ്റെ അടിയിൽ കിടക്കുന്ന ഗ്രാവലും കഴുകി മൊത്തം ചെളിയൊക്കെ കളഞ്ഞു. എല്ലാം കളഞ്ഞത് ഫ്രഷായിട്ട് തുടങ്ങിയേക്കാണ്. അപ്പോൾ ഇനി പെട്ടെന്ന് അങ്ങനെ വയ്ക്കുമ്പോൾ ബാക്ടീരിയ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഇത്തിരി മെത്തിലും ബ്ലൂ ഒഴിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ ബ്ലൂ കളർ. പിന്നെ നമ്മൾ ആകെ ഒരു 2 സിറിഞ്ച് കൾച്ചറുള്ളത്. ഈ മൊയിനെ കുറച്ചിങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ചില സമയത്ത് അത് ഓടുന്നത് കാണാം. കാരണം ഇപ്പോൾ വലിയ ടാങ്കിലായതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പകുതി നല്ലപോലെ ഇരട്ടിയാവും. പിന്നെ അത് പെട്ടെന്ന് അതിനകത്ത് തന്നെ നമ്മൾ വീണ്ടും വെള്ളം അക്വേറിയം മാറ്റുമ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഇതിൽ നിന്നാണ് ഈ 2 എണ്ണത്തിൽ നിന്നും പിന്നെ കുറച്ചെണ്ണം നമ്മളിപ്പോൾ പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ മൊത്തം നമ്മുടെ ലൈഫ് ഫീഡായിട്ട് കൊടുക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ചും ഷിപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ചെയ്യുന്നത് ഈ ഒരു 2 ടാങ്കിൽ നിന്നും പിന്നെ പുറത്തുള്ള 2 കുഞ്ഞ് ടാങ്കുകളിൽ നിന്നുമാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഡഫനിയനെ വളർത്താനായിട്ട്. നമ്മൾ ആ ഒരു ഇതിനകത്ത് പ്രോസസ്സിൽ കറക്റ്റായിട്ട് അങ്ങോട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവറ്റങ്ങ സിമ്പിളായിട്ട് ജീവിക്കും. അങ്ങനെ അധികം ചത്തൊന്നും പോകുന്നതില്ല. നമ്മളെന്തായാലും നാച്ചുറലായിട്ടാണ് അവറ്റങ്ങളെ വളർത്തുന്നത്. നമ്മൾ ഈ ഈസ്റ്റൊക്കെ ഇട്ട് വളർത്തുമ്പോഴാണ് ചിലപ്പോൾ അത് വെള്ളം ചീത്തയായി പെട്ടെന്ന് അവറ്റങ്ങ ചത്തു പോകാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ ആക്സിലോട്ടിലൂടെ ഉണ്ട്. നമ്മൾ ആക്സിലോട്ടിനും ഡഫനിയനെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡഫനിയ ഹെൽത്തി ആയിട്ട് വളർത്താം. പിന്നെ ഇതിന് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസിയാണ്. ഇതിൽ നിന്ന് നേരെ പിടിച്ച് നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാം. നമ്മൾ വാഷ് ചെയ്യാൻ പോവുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്വേറിയത്തിൽ വെള്ളം ചീത്തയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാച്ചുറലായിട്ടായിട്ട് ഞങ്ങൾ വളർത്തുന്നത്. എപ്പോഴും നമ്മൾ വേസ്റ്റ് വാട്ടർ വെച്ചിട്ടാണ് ഇവയെ കൾച്ചർ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ ടാങ്കുകളാണ് ഇവിടെയുള്ളത്. ഇനി കുറച്ചെണ്ണം നമ്മുടെ ഗാർഡൻ ഷെഡിലും ഉണ്ട്. അപ്പോൾ ഈ ചെറിയ സൈസിൽ കിട്ടുന്ന അക്വേറിയത്തിലും അങ്ങനെ ഏത് പാത്രത്തിലാണെങ്കിലും ഞാൻ അതിനകത്ത് ഡഫനിയുടെ കൾച്ചർ ഇടാറുണ്ട്. ഇവൻ നമ്മുടെ ഷ്രിമ്പ് ടാങ്കിലും എല്ലായിടത്തും നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിനകത്തും കിടപ്പുണ്ട്. ഡഫനിയനെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാത്തിലും പെട്ടെന്ന് തന്നെ നിറയുന്നുണ്ട് ഡഫനിയ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു കുഞ്ഞ് ടാങ്കിൽ പോലും നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിനകത്തിപ്പോൾ നമ്മുടെ ഒരു റെഡ് ഷ്രിമ്പ് കിടപ്പുണ്ട്. അതിൻ്റെ കൂടെയും ഡഫനിയ സിമ്പിളായിട്ട് വളർത്തുന്നുണ്ട്. ഓക്കെ.